ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൻ നംൽ 27 മുതൽ 31 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഖാല സനൻദുറു, ഇതിൽ ഖാല എന്ന് പറയുമ്പോൾ ഇസ്തിഅലാഇൻ്റെ അക്ഷരമായ ഖാഫ് അതിനെ തഫ്ഖീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം എന്നതാണല്ലോ നിയമം. സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഖാല ഖാല സനൻദുറു സനൻദുറു, ഇതിൽ ളാ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, ശേഷം റാ. എന്നാൽ സനൻദുറു എന്ന് പറയുമ്പോൾ സാക്കിനത്ത നൂൻ ളാഇന് മുമ്പിൽ വന്നിട്ടുണ്ട്. ഇഖ്ഫാ ഹഖീഖി എന്ന നിയമം അനുസരിച്ച് ആ സാക്കിനത്ത നൂനിനെ മറച്ചു മണിക്കണം, അവ്യക്തമാക്കി മണിക്കണം. ളാഇന് മുമ്പിലാണ് വന്നത് എന്നതുകൊണ്ട് മണിക്കലിൽ തഫ്ഖീം വേണം. ഗുന്ന മുഫഖമ അല്ലെങ്കിൽ ഇഖ്ഫാ മുഫഖം എന്നും പറയാം. സനൻദുറു എന്ന് പാരായണം ചെയ്യുക. ഖാല സനൻദുറു ഖാല സനൻദുറു. ഇവിടെ നാം സൂചിപ്പിച്ചു ഖാഫിനും അലിഫിനും തഫ്ഖീം. അത് കഴിഞ്ഞാൽ പിന്നെ ലാമാണ്. ആ ലാമ് കഴിഞ്ഞാൽ പിന്നീട് സീൻ. ആ ലാമും സീനും ഇവയ്ക്ക് ഒരിക്കലും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുകയും വേണം, കാരണം ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. ഖാല ഖാല സനൻദുറു, സീനിന് ശേഷം നൂനുമുണ്ട്. ലാമ് സീന് ലാമ് സീന് നൂന് ഇവയ്ക്കൊക്കെയും തർക്കീഖാണ് എന്ന് ശ്രദ്ധിക്കുക. ഖാല സനൻദുറു ഖാല സനൻദുറു അസ്വദഖത അസ്വദഖത. ഇതിൽ സ്വാദിന് തഫ്ഖീമാണ്, ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. ശേഷം ദാല് തർക്കീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ അക്ഷരം. ശേഷം ഖാഫ്, ഖാഫിന് സുക്കൂനുമുണ്ട്, അത് ഇസ്തിഅലാഇൻ്റെ ഹർഫുമാണ്. സുക്കൂനുള്ള ഖാഫിനെ ഖൽഖല സുഗ്റ നൽകി അതിൻ്റെ സുക്കൂനിനെ ശബ്ദം ചലിപ്പിച്ചുകൊണ്ട് ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ചലിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആ ഖാഫിൻ്റെ ഉച്ചാരണത്തിൽ തഫ്ഖീം കൂടി വേണം. അസ്വദഖത അസ്വദഖത അസ്വദഖത. അപ്പോൾ സ്വാദിന് തഫ്ഖീം, എന്നാൽ ശേഷം വരുന്ന ദാലിന് തഫ്ഖീം പാടില്ല. ശേഷം ഖാഫിന് തഫ്ഖീം, ശേഷം താ. അസ്വദഖത അസ്വദഖത അം കുൻത മിനൽ കാദിബീൻ. അം എന്ന് പറയുമ്പോൾ സാക്കിനത്ത മീം അതിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. അം കുൻത കുൻത എന്ന് പറയുമ്പോൾ സാക്കിനത്തായ നൂനും ശേഷം താവുമുണ്ട്. ഇഖ്ഫാ ഹഖീഖി നൽകി നൂനിനെ മറച്ചു മണിക്കണം. അം കുൻത അം കുൻത മിനൽ കാദിബീൻ. ഇവിടെ കുൻത എന്നതിലുള്ള ഇഖ്ഫാ നേരത്തെ പറഞ്ഞതിൽ നിന്നും പൂർണ്ണമായി വ്യത്യസ്തമായി, സനൻദുറു എന്നതിൽ നിന്നും വ്യത്യസ്തമായി തർക്കീഖോട് കൂടിയുള്ള ഇഖ്ഫാ ആണ്. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. കുൻത മിനൽ കാദിബീൻ മിനൽ കാദിബീൻ. കാദിബീൻ എന്ന് പറയുന്നത് ക എന്ന ഇസ്തിഫാലിൻ്റെ അക്ഷരത്തെ ദീർഘിപ്പിക്കുമ്പോഴുള്ള തർക്കീഖിൻ്റെ ശബ്ദം. മിനൽ കാദിബീൻ. ഇദ്ഹബ് ബികിതാബി, അവിടെ ഇദ്ഹബ് എന്ന ഹംസത്തുൽ വസ്ല് അതിന് കസ്റാണ് നൽകേണ്ടത്, കാരണം മൂന്നാമത്തെ അക്ഷരമായ ഹാഇന് ഫത്ഹാണ് എന്നതുകൊണ്ട്. എന്ന് വെച്ചാൽ
ഹംസത്തുൽ വസ്ല് ഫിഅലിൽ വരുമ്പോൾ സാലിസുൽ ഫിഅലിന് ദമ്മുണ്ടെങ്കിൽ, അതായത് മൂന്നാമത്തെ അക്ഷരത്തിന് ദമ്മുണ്ടെങ്കിൽ ഹംസക്ക് ദമ്മ് കൊടുക്കണം എന്ന അടിസ്ഥാന നിയമം. അല്ലെങ്കിൽ കസ്റും, ദമ്മ അല്ലെങ്കിൽ കസ്ർ എന്ന് പറഞ്ഞാൽ ഫതോ കസ്റോ ആണെങ്കിൽ ഹംസക്ക് കസ്റും കൊടുക്കുക. ഇവിടെ എന്താണ് ഇദ്ഹബ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ അക്ഷരമായ ഹായിന് ഫത്ഹാണുള്ളത്, അതുകൊണ്ട് ഹംസക്ക് കസ്ർ കൊടുക്കുന്നു. ഇദ്ഹബ് അല്ലേ, ഇദ്ഹബ് ബി കിതാബി, അവിടെ സാക്കിനത്തായ ബാ ശേഷം ഹറക്കത്തുള്ള ബാ. ഇദ്ഗാം മുതമാസിലൈൻ സഗീർ, ഒരേപോലെയുള്ള രണ്ടക്ഷരങ്ങളെ പരസ്പരം കൂട്ടി ലയിപ്പിച്ച് ഒറ്റ അക്ഷരമാക്കുന്നു. ആദ്യത്തേതിന് സുക്കൂനാണ് എന്നതുകൊണ്ട് അതിനെ സഗീർ എന്ന് പറയുന്നു. ഇദ്ഹബി, ഇദ്ഹബി എന്ന് പറയും. ഇദ്ഹബി എന്നല്ല, ഇദ്ഹബി ഒറ്റ ശബ്ദമുള്ള ഭാഗം മാത്രം. ഇദ്ഹബി കിതാബി. ഹംസത്തുൽ വസ്ലിനെ കുറിച്ച് പറഞ്ഞു. ഇദ്ഹബ് എന്നതിലെ ഹംസത്തുൽ വസ്ൽ ഇത് തൊട്ടു മുമ്പിലുള്ള ആയത്തുമായിട്ട് ചേർത്ത് ഓതുമ്പോൾ ഉച്ചാരണത്തിൽ നിന്ന് പോകുന്നതുമാണ്. അതുകൊണ്ടാണല്ലോ ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണത്? മിനൽ കാദിബീന ഇദ്ഹബി കിതാബി എന്ന് ഓതണം. മിനൽ കാദിബീന ഇദ്ഹബി കിതാബി. അപ്പോൾ നമുക്ക് വഖഫ് ചെയ്തോതാം. ഇദ്ഹബി കിതാബി ഹാദാ. എല്ലാ അക്ഷരങ്ങൾക്കും തർഖീഖാണ് എന്നത് ശ്രദ്ധിക്കുക. ഫഅൽഖിഹ് ഇലൈഹിം, ഫഅൽഖിഹ് ഇലൈഹിം. ഇവിടെ ഖാഫിന് കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുത്താൽ മതി. ഫഅൽഖിഹ് ഇലൈഹിം സുമ്മ. ഇലൈഹിം എന്നതിൽ സാക്കിനത്തായ മീം വന്നിട്ടുണ്ട്, അതിന് ഇൽഹാർ ഷഫഈ നൽകി മണിക്കാതെ വെളിവാക്കുക. ഇലൈഹിം സുമ്മ. മീം മുഷദ്ദദയെ മണിക്കണം. ഈ പദത്തിലുള്ള ശബ്ദമുള്ള മീമിനെ മണിക്കുക. സുമ്മ തവല്ല അൻഹും, തവല്ല അൻഹും, അൻഹും ഫൻസുർ. ഇവിടെ അൻഹും എന്ന പദത്തിൽ രണ്ട് ഇൽഹാറുകളുണ്ട്. അൻഹും എന്ന് പറയുമ്പോൾ സാക്കിനത്തെ നൂനിൻ്റെ ഇൽഹാർ, അതിന് ഇൽഹാർ ഹൽഖി എന്ന് പറയും. സാക്കിനത്തെ മീമിൻ്റെ ഇൽഹാറിന് ഇൽഹാർ ഷഫവി എന്നും പറയും. അൻഹും ഫൻസുർ. സാക്കിനത്തെ മീമിന് ശേഷം ഫ ആണ് വന്നത് എന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ഫ ഷഫവിയ അക്ഷരമാണ്, മീമും ഷഫവിയ അക്ഷരമാണ്. അൻഹും ഫൻസുർ, അൻഹും ഫൻസുർ. ഫൻസുർ എന്ന് പറയുമ്പോൾ സാക്കിനത്തെ നൂൻ അതിന് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു പിടിക്കണം. നേരത്തെ സനൻസുറു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് സാക്കിനത്തെ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുന്നു. മണിക്കലിൽ തഫ്ഖീം വേണം, ശേഷമുള്ളത് ള ആണ് എന്നതുകൊണ്ട് തഫ്ഖീം ചെയ്ത് ചിരിക്കേണ്ട ഇസ്തിഅലാൻ്റെ അക്ഷരമായ ളാഇന് മുമ്പിലാണ് സാക്കിനത്തെ നൂൻ ഉള്ളത് എന്നതുകൊണ്ട് മണിക്കലിലും തഫ്ഖീം വേണം. ഫൻസുർ. അന്ത്യത്തിൽ ഉള്ള റാ സാക്കിനത്തെ റാ അതിനും തഫ്ഖീമാണ്. ഫൻസുർ, ഫൻസുർ മാദാ, മാദാ. എല്ലാ അക്ഷരങ്ങളെയും തർഖീഖ് ചെയ്ത് വെച്ചിരിക്കുക. മാദാ പറയണ്ട, മാദാ, മാദാ യർജിഊൻ. യർ എന്ന് പറയുമ്പോൾ റാഹിന് തഫ്ഖീമാണ്. സുക്കൂനും തൊട്ടു മുമ്പിൽ ഫത്ഹുമുണ്ട് എന്നതുകൊണ്ട് യർജിഊൻ. ഖാലത്. ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്ത് വെച്ചിരിക്കുക. ഖാലത് യാ അയ്യുഹൽ മലഉ. മറ്റക്ഷരങ്ങൾക്കൊക്കെ തർഖീഖാണ്. ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം എന്ന് പറഞ്ഞു. ഖാലത് യാ. ഖാലത് എന്ന് പറയുമ്പോൾ താ മഹ്മൂസായ അക്ഷരമാണ്. ഖാലത്ത് ത് എന്ന് ശബ്ദം ചലിക്കരുത്. ഖാലത് ഹംസും ഷിദ്ദത്തും ഒരുമിച്ച് ചേരുന്ന ഒരു ഹർഫാണ് താ. ഖാലത്, ഖാലത് യാ, യാ അയ്യുഹ. ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കേണ്ടതാണ്. യാ അയ്യുഹൽ
الملأ يا أيها الملأ إني അവിടെ മലഊന്ന് നീട്ടിപ്പോവരുത് കേട്ടോ. ആ എഴുത്തിൽ ശേഷം ഒരു അലിഫൊക്കെ വെറുതെ എഴുതിയിട്ടുള്ളതാണ്. അതെന്ന് വെച്ചാൽ ഉച്ചാരണത്തിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല. റസ്മ ഉസ്മാനിയിലുള്ള അത്തരത്തിലുള്ള എഴുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യാ അയ്യുഹൽ മലഉ ഇന്നി നൂൻ മുഷദ്ദദയെ മണിക്കണം. ഇന്നി എന്നതിലുള്ള യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. യാഇനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഇന്നി ഉൽഖിയ ഖാഫിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക, കസ്റായതുകൊണ്ട്. ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം. ഇലയ്യ കിതാബുൻ കരീം. കിതാബുൻ എന്നതിൽ തൻവീനും ശേഷം കാഫുമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്, കാരണം കാഫ് ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ് എന്നതുകൊണ്ട്. കിതാബുൻ കരീം ഇന്നഹു മിൻ സുലൈമാൻ. നൂൻ മുഷദ്ദദയെ മണിക്കുക. ഇന്നഹു ഹു എന്ന ദ്വമീറിന് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘമേ കൊടുക്കാവൂ. മദ്ദുസ്സിലത്തി സുഗ്റ. മിൻ സുലൈമാൻ സാക്കിനത്തായ നൂനും ശേഷം സീനും ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ച് നൂനിനെ ഉച്ചരിക്കുക. മീൻ എന്ന് ക്ലിയറാക്കരുത്, മറിച്ച് മിൻ സുലൈമാന വ ഇന്നഹു. വീണ്ടും നൂൻ മുഷദ്ദദയെ മണിക്കുക. വ ഇന്നഹു ഹാ ദ്വമീറിന് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള മദ്ദുസ്സിലത്തി സുഗ്റ നൽകുക. വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് റാഇൻ്റെ തഫ്ഖീമാണ്. ഹയുടെ ഉച്ചാരണം 2 തവണ ആവർത്തിക്കുന്നു. റാഉം ഹാവും. ബിസ്മില്ലാഹി ഇസ്മുൽ ജലാലയിലെ ലാമിന് കസ്ർ. നമ്മൾ സാധാരണ ഓതുന്ന ബിസ്മി സൂറത്തിൻ്റെ തുടക്കത്തിലാണ് എല്ലാ സൂറത്തുകളിലും നാം അത് പാരായണം ചെയ്യുന്നത്. എന്നാൽ ഒരു വചനത്തിലായിക്കൊണ്ട് വന്നിട്ടുള്ളത് ഈ സൂറത്തുൻ നംലിലെ 30-ാം വചനത്തിൽ മാത്രമാണ് ഇപ്രകാരം ബിസ്മിയുടെ പൂർണ്ണരൂപം വന്നിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റാ തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക എന്നത് ശ്രദ്ധിക്കുക. ഷദ്ദുള്ള റാ ആണ്. അതിന് തക്രീർ കൂടുതൽ വരാതെ ശ്രദ്ധിക്കണം. അർ എന്ന വിറപ്പിക്കൽ വരരുത് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാ തഅലൂ അലയ്യ. അല്ലാ തഅലൂ അലയ്യ. ആയിനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം തർക്കീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ. വഅ്തൂനി മുസ്ലിമീൻ. വഅ്തൂനി. വഅ്തൂനി ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്. അത് വഅ്തൂനി എന്ന് പറയരുത്. വഅ്തൂനി പലപ്പോഴും ആളുകൾ തെറ്റിക്കുന്ന ഒരു സന്ദർഭമാണ്. ഹംസക്ക് സുക്കൂൻ വരുമ്പോൾ വ എന്ന് പറയും. അത് തെറ്റാണ്. വഅ്തൂനി കടുപ്പത്തോടെ പറയണം. വഅ്തൂനി മുസ്ലിമീൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال سننظر أصدقت أم كنت من الكاذبين. اذهب بكتابي هذا فألقه إليهم ثم تول عنهم فانظر ماذا يرجعون. قالت يا أيها الملأ إني ألقي إلي كتاب كريم إنه من سليمان وإنه
إنه بسم الله الرحمن الرحيم ألا تعلوا علي وأتوني مسلمين